യെസ് ഗായ്സ്, എല്ലാവരും പേടിച്ച ഇറാൻ യുദ്ധം തുടങ്ങി. ഫസ്റ്റ് ഡേ ഓഫ് ദ വാർ തന്നെ, സെക്കൻഡ് ഡേ ഓഫ് ദ വാർ തന്നെ ഖമനേയി ഇറാൻ്റെ ഹെഡ് കൊല്ലപ്പെട്ടു. ഡു യു തിങ്ക് ദിസ് വാർ ഈസ് ഗോയിങ് ടു എൻഡ് നൗ? ഇപ്പോൾ ഇത് തീരാൻ പോകുന്നുണ്ട് തോന്നുന്നുണ്ടോ? നെവർ. വ്യക്തമായിട്ട് ഇവർ വരച്ചു വെച്ചിട്ടുണ്ട് എന്താണ് സംഭവിക്കേണ്ടത് എന്ന്. അത് മാത്രമേ സംഭവിക്കൂ. അതിൻ്റെ ഔട്ട് ഓഫ് ദ ബോക്സ് ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാം, പക്ഷേ വാട്ട് ദേ ഡ്രോ, അവരെന്താണോ 1 2 3 4 എന്നിട്ട് വെച്ച് അക്കമിട്ട് വെച്ചിട്ടുള്ളത് അത് മാത്രമേ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നുള്ളൂ. ബിക്കോസ് ഇറാനെ ഇവർക്ക് അടിക്കണമെങ്കിൽ, ഈ യുദ്ധമാണ് ഇവർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇവർക്ക് എത്ര മുന്നേ അടിക്കാമായിരുന്നു, അടിച്ച് തരിപ്പണമാക്കാമായിരുന്നു. നോ, ദേ വെയർ വെയിറ്റിംഗ് ഫോർ ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്. നമ്പർ 1, വെനുസില ഇങ്ങെടുത്തു മൊത്തമായിട്ട്. കാരണം ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം, ഇറാൻ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മൊത്തം അശാന്തമാകും. കാരണം ഇറാന് അത്ര ചെറിയൊരു രാജ്യമൊന്നുമല്ല, യുദ്ധം ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാരുമല്ല. ദേ ഹാവ് മാസ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺസ്. അത് ഇവർ പറയുന്നത് പോലെ ന്യൂക്ലിയർ വെപ്പണോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല. അവരുടെ അടുത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് നമ്മളെക്കാട്ടി എല്ലാവരെക്കാട്ടി നല്ലവണ്ണം ഇസ്രായേലിനും US-നും അറിയാം. ബട്ട് ദേ ക്യാൻ നോട്ട്, അവരൊരിക്കലും ഈ വാർ വേണ്ടെന്ന് വെക്കില്ല. കാരണം ഇത് അവരുടെ വാറല്ല. ദിസ് ഈസ് ദ ജ്യൂസ്, ദ റോത്ത്ഷൈൽഡ്സ്. അവരുടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 18 ജൂതന്മാരുടെ ഈ നമ്മുടെ സയനിസ്റ്റുകളുടെ ഒക്കെ ഒരു കോൺഫറൻസിൽ ഈ മൂന്ന് ലോകമഹായുദ്ധങ്ങളും അവർ എഴുതി വെച്ചതാണ്. ദേ ഹാവ് റിട്ടൺ ഇറ്റ്. എങ്ങനെ നടക്കണം, ഈ യുദ്ധങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, ഇതിൽ ആരൊക്കെ തകരണം, എന്തൊക്കെ ബെനിഫിറ്റ്സ് ഇവർക്ക് ഇതിൽ നിന്ന് എടുക്കണം, ഇതിൻ്റെ ട്രേഡ് ബെനിഫിറ്റ്സ് എന്തൊക്കെ, ഇതിൽ നിന്ന് വാർ ബെനിഫിറ്റ്സ് എന്തൊക്കെ, പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സ് എന്തൊക്കെ, ഏത് തരത്തിലായിക്കോട്ടെ, നിങ്ങൾ ഏത് ആംഗിളിലും, ഞാൻ പറയുന്ന ഈ സംഭവത്തിൽ നിങ്ങൾ ഏത് ആംഗിളിൽ വേണമെങ്കിലും വിശകലനം ചെയ്തോളൂ. ദ റിസൾട്ട് ഈസ് ദ സെയിം. ഹൂ ഈസ് ദ ബെനിഫിഷ്യറി? ഇതിൽ നിന്ന് ആരാണ് ബെനിഫിറ്റ് കിട്ടുന്നത്? ഇപ്പോൾ ഇറാനെ കിടന്ന് ആക്രമിക്കാൻ ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണോ ഇറാൻ്റെ അടുത്ത് ഇന്ന സാധനം ഉണ്ട്? അത് ഞാൻ ചോദിക്കട്ടെ, ഇതേ റീസൺ തന്നെ ആയിരുന്നല്ലോ ഇറാഖിനെ ആക്രമിച്ചപ്പോൾ പറഞ്ഞത്. ഇറാനിൽ മറ്റേ ആറ്റം ബോംബുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്. എന്നിട്ട് ആണ് ജോർജ് ബുഷിനെ ഒരു പത്രപ്രവർത്തകൻ ചെരുപ്പെടുത്ത് എറിഞ്ഞത്. എവിടെടാ അണുബോംബ് എന്ന് ചോദിച്ചിട്ട്. സെയിം തിങ്. ഇറാനിൽ എന്തുണ്ടോ എന്തില്ലേ ഇതൊന്നും അവരുടെ ഒരു വിഷയമേ അല്ല. ജൂതന്മാർ, ദ റോത്ത്ഷൈൽഡ്സ്, അവർ 18ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അവർ എഴുതി വെച്ചിട്ടുണ്ടോ 3ാം ലോകമഹായുദ്ധം, ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ മുസ്ലിം കൺട്രീസ് ഓഫ് ദ വേൾഡ്. ഒരു ഭാഗത്ത് ദ ക്രിസ്ത്യൻസ്, മറുഭാഗത്ത് ദ മുസ്ലിം കൺട്രീസ്. ഇവർ തമ്മിൽ അടിച്ചിട്ട് നശിക്കണം. ദ ബെനിഫിഷ്യറി, ഹൂ ഈസ് ബെനിഫിറ്റഡ്? സാധാരണ നമ്മുടെ നാട്ടിൽ ഇലക്ഷന് ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നില്ലേ, വോട്ട് വിഭജിക്കുക. അപ്പോൾ ഒരാൾ മാക്സിമം വോട്ട് എടുത്തു, മറ്റേ ആൾ അതിൻ്റെ പകുതി വോട്ട് എടുത്തു. ആ 2 വോട്ടും സ്പ്ലിറ്റായിട്ട് നടുക്കൊരാളുണ്ടാവും. 2 ഭാഗത്തുനിന്നും സാധനം വോട്ട് എടുക്കുന്നത്, അവരാണ് വിജയിക്കാൻ. സെയിം പ്രോസസ്സ്. വാട്ട് ഈസ് ദാറ്റ് പ്രോസസ്സ്? ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, എപ്സ്റ്റീൻ ഐലൻഡിൽ ഇവർ കുട്ടികളെ അറുത്തിട്ട് അഡ്രിനാലിൻ ഓക്സിഡൈസ് ആയിട്ടുള്ള ബ്ലഡ്, ആ ബ്ലഡ് കുടിക്കുന്ന പ്രോസസ്സിനെ പറ്റിയിട്ട്. സെയിം തിങ്, ദ സാക്രിഫൈസ്, ദ ഹോളി സാക്രിഫൈസ്. ഇവർ നടത്തുന്നത് നരബലി. ജനങ്ങളെ മാത്രമല്ല ബലിയാക്കുക, ഇവർക്ക് ആദ്യം വേണ്ടത് കുട്ടികളുടെ ഇന്നസെൻ്റ് ആയിട്ടുള്ള രക്തമാണ്. കുട്ടികളുടെ ഒരു തെറ്റും ചെയ്യാത്ത, നമ്മൾ പറയൂലേ, ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മൈൻഡുള്ള ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ്, ആ ബ്ലഡ്. ഇവന്മാർ ഭ്രാന്തന്മാരാണ്. ഈ ജൂതന്മാരുടെ, അവരുടെ ഹിബ്രു ബൈബിളിൽ പറയുന്ന, അവരുടെ ആ മാനിഫെസ്റ്റോ ബുക്കിൽ പറയുന്ന ഡീറ്റെയിൽസ് പ്രകാരം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഇവർ ചെയ്യുന്നത്. ഇവർ ഈ യുദ്ധം, നമുക്ക് ഇറാൻ യുദ്ധം തന്നെ എടുക്കാം, ഇറാൻ യുദ്ധം തന്നെ വിശകലനം ചെയ്യാം. ഇവർ അമേരിക്കയുടെ കയ്യിലുള്ള ടെക്നോളജി വെച്ചിട്ട് ഇവർക്ക് ഡയറക്റ്റായിട്ട് ഖമനേയുള്ള സ്ഥലം അറിയാം, എല്ലാം അറിയാം. അതുകൊണ്ട് സെക്കൻഡ് ഡേ തന്നെ അവർ കറക്റ്റ് അവിടെ ബോംബ് ചെയ്തിട്ട് ഫുൾ ഫിനിഷാക്കി. ദെൻ വൈ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വാർ ദേ അറ്റാക്ട് 2 സ്കൂൾസ്? ഒന്നല്ല, 2 സ്കൂളുകൾ അറ്റാക്ക് ചെയ്യുന്നു. 140 160 കുട്ടികൾ, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂള് അവിടെ അറ്റാക്ക് ചെയ്തിട്ട് ദേ ഫിനിഷ്ഡ് എവറിത്തിങ്. ആ കുട്ടികളെ മൊത്തം കൊന്നു. ഇതാർക്ക് വേണ്ടിയിട്ടായിരുന്നു? ആ കഥയിലേക്കാണ് ഞാൻ പോകുന്നത്. വൈ ദിസ് സാക്രിഫൈസ്? ഇവരുടെ വിശ്വാസപരമായ ഈ സാക്രിഫൈസ് എന്തിനു ചെയ്തു? കുട്ടികളെ ബലി കൊടുത്തതിന് ശേഷം മാത്രം 2ാം ദിനം മാത്രമേ ഇവർ ഖമനേയെ കൊന്നുള്ളൂ. ഖമനേയെ 1ാം ദിനം കൊല്ലാം, അല്ല അതിൻ്റെ മുന്നേ ഇവർക്ക് കൊല്ലാം. ഇവർക്ക് അതാണ് ഇവരുടെ ആവശ്യം. എന്നാൽ വാർ നിൽക്കണ്ടേ?
വൈ ദേ ആർ നോട്ട് സ്റ്റോപ്പിംഗ് ദ വാർ നൗ? ഇപ്പോൾ എന്തുകൊണ്ടാണ് നിർത്താത്തത്? സോ ബേസിക്കലി ഈ വാർ ഇത് അമേരിക്കയുടെ യുദ്ധമല്ല, ഇസ്രായേലിൻ്റെ യുദ്ധവുമല്ല. ദിസ് ഇസ് ദ യുദ്ധം ഓഫ് ജൂസ്. ഈ യുദ്ധം വേണ്ടത് വ്യക്തമായിട്ട് ജൂതന്മാർ അവരെ അജണ്ടയിൽ എഴുതിയിട്ടുണ്ട്. മൂന്നാം ലോക മഹായുദ്ധം. അത് ഒരു ഭാഗത്ത് ക്രിസ്ത്യാനിറ്റിയും വെക്കും, ഇപ്പോഴത്തെ ഭാഗത്ത് മുസ്ലിങ്ങളെയും വെക്കും. ദേ വിൽ ഫൈറ്റ് ആൻഡ് ദ ജൂസ് വിൽ എൻജോയ് ദ ഷോ. ഇസ്രായേലിനാണ് ഈ യുദ്ധം വേണ്ടത്. അപ്പം മൊത്തമായിട്ട് ജൂതന്മാരുടെ ഈ ശൃംഖല, ഞാൻ ഈ പറഞ്ഞ റോത്ത് ചൈൽഡ്, ഇവരുടെ മെയിൻ പ്രൊമിനൻ്റ് ആയിട്ടുള്ള പല ഫാമിലീസ്, ജൂത ഫാമിലികളും കൂടി ആ കൺസോഷ്യമാണ് മൊത്തമായിട്ട് ഇസ്രായേലിനെ ഫണ്ട് ചെയ്യുന്നത്. അല്ലാതെ ചെറിയൊരു രാജ്യമായ ഇസ്രായേൽ പറയുമ്പോൾ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്താനാണോ അമേരിക്ക നിൽക്കുന്നത്? എവ്രി വൺ ക്യാൻ തിങ്ക്. ബുദ്ധികളായിരിക്കും ചിന്തിച്ച് നോക്കാം. അമേരിക്ക പ്രവർത്തിക്കുന്നത് ഇസ്രായേലിൻ്റെ ആജ്ഞ അനുസരിച്ച്, ഇസ്രായേൽ പറയുന്നത് അനുസരിച്ചിട്ട്. ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് ജൂതന്മാരുടെ ഗൂഢപദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ഇറാൻ വാർ നടക്കുന്നതിൻ്റെ ഏകദേശം ഒരു 1 month, അറൗണ്ട് ഒരു 1 month ബിഫോർ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നറിയില്ല, അവിടെ ഒരു പ്രതിമയെ, ഒരു കുട്ടിയുടെ കാളൻ്റെ രൂപത്തിലുള്ള ഒരു സാധനം, വലിയ കൊമ്പൊക്കെ ആയിട്ടുള്ള ഒരു സാധനത്തിൽ ഇവർ തീയിട്ട് കത്തിക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ച ആൾക്കാർക്കറിയാം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ബാൽ, VAAL, ദ ഗോഡ് ഓഫ് റെയിൻ, തണ്ടർ സ്റ്റോംസ് ആൻഡ് ഫെർട്ടിലിറ്റി. ഇവന്മാരുടെ, ഈ ഭ്രാന്തന്മാരുടെ, ജൂതന്മാരുടെ ഒരു ബുക്ക് പ്രകാരം അതിലെ ഈ ഫെർട്ടിലിറ്റിയുടെയും അതുപോലെ തന്നെ ഇടിയിൻ്റെയും മഴേൻ്റെയൊക്കെ ദൈവമാണ് ഈ ബാൽ. ഈ ബാലാണെങ്കിൽ ഇറ്റ്സ് വെരി ക്ലോസ്ലി കണക്റ്റഡ് ടു മോട്ടാണെങ്കിൽ നമ്മുടെ മരണത്തിൻ്റെ ദൈവം. അവരുടെ കൺസെപ്റ്റ് പ്രകാരം ദ ഗോഡ് ഓഫ് ഡെത്ത്. അപ്പോൾ ഇവരെ രണ്ടാരെയും പ്രീതിപ്പെടുത്തണം ഫസ്റ്റ് തന്നെ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നമ്മൾ ഈ പറഞ്ഞ മൊത്തം തിയറി. ഞാൻ ഫസ്റ്റ് പറഞ്ഞ എപ്സ്റ്റീൻ ഐലൻഡിൽ ഇവർ ഈ കുട്ടികളാണ് ഇവർക്ക് വേണ്ടത്. കാരണം എന്താ അറിയോ? ഒരു തെറ്റും ചെയ്യാത്ത ഫ്രഷ് ആയിട്ടുള്ള കുട്ടികളെ അറുത്തിട്ട് ആ ബ്ലഡാണ് ഇവർക്ക് വേണ്ടത്. ഈ ബ്ലഡ് കിട്ടിയാലാണ് ഇവരുടെ ദൈവം ആയ ഈ ബാലും ഈ മറ്റേ മണ്ണാങ്കട്ടയായ എന്താ അവൻ്റെ പേര്, ബാലും മാറ്റ്, ഇത് മോട്ട്, ഇതൊക്കെ സന്തോഷിക്കണമെങ്കിൽ കുട്ടികളെ കൊല്ലണം എന്നാണ് ഇവർ പറയുന്നത്. എന്തൊരു നികൃഷ്ടമായ ആചാരം നോക്കണേ. അപ്പോൾ ഇതിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ ഇവർ അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ സ്കൂളുകൾ. ഈ 2 സ്കൂളുകളും അറ്റാക്ക് ചെയ്തിട്ട് അവിടെയുള്ള കുട്ടികളെ കൊന്നതിന് ശേഷം മാത്രമേ ഇത്രയും പ്രിസൈസായിട്ടുള്ള അണുവിണ തെറ്റാതെ ഒരു സ്ഥലം അറ്റാക്ക് ചെയ്യാൻ അറിയുന്ന ഇസ്രായേലും അമേരിക്കയും ഈ 2 സ്കൂളുകളും അറിഞ്ഞുകൊണ്ട് കരുതിക്കൂട്ടി അവിടെ കുരുതി കൊടുക്കുകയായിരുന്നു. ഇറ്റ് വാസ് എ സാക്രിഫൈസ്, പ്യുവർ കേസ് ഓഫ് ചൈൽഡ് സാക്രിഫൈസ്, ബലി, നരബലി, കുട്ടികളുടെ ശിശുബലി, കുട്ടികളുടെ രക്തം അവിടെ ഒഴിക്കിയതിന് ശേഷം മാത്രമേ എന്നാൽ മാത്രമേ കമനയെ കൊല്ലാൻ പറ്റൂ എന്നാണ് അവരുടെ ആചാരം. അവരതുപോലെ തന്നെ കൊല്ലുകയും ചെയ്തു. അപ്പോൾ അവരുടെ വിശ്വാസം അവർക്ക് ഉറപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവരറിയുന്നില്ല മൊത്തം ലാസ്റ്റ് എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇനി ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ GCC മൊത്തം അശാന്തമാക്കുക. കമനയെ മരിച്ചു അല്ലെങ്കിൽ അവിടെ അവർക്ക് ടേക്ക് ഓവർ വേണേൽ ചെയ്യാം, അതൊന്നും ചെയ്യത്തില്ല. ഈ പേരിൽ കുളങ്കലയ്ക്ക് മീൻ പിടിക്കുക എന്ന് പറഞ്ഞ പോലെ ഈ പേരിൽ ഇവർ എല്ലായിടത്തും അടിക്കും. മൊത്തം GCC ഇവരടിക്കും. അതിനുള്ള മരുന്ന് ആദ്യം ഇവർ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അതിനുള്ള മരുന്ന് ആദ്യം US ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിലും, മെയിൻ രാജ്യങ്ങളായ എല്ലാ രാജ്യങ്ങളിലും, ഞാൻ പേരൊന്നും ഇപ്പോൾ എടുത്ത് പറഞ്ഞ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. അത് ഖത്തർ ആയിക്കോട്ടെ, കുവൈത്ത് ആയിക്കോട്ടെ, ദുബായ് ആയിക്കോട്ടെ, മറ്റേ രാജ്യമായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, സോ രാജ്യമായിക്കോട്ടെ, അവിടെയൊക്കെ അമേരിക്ക പണ്ടേ വന്നിട്ട് അതിനുള്ള മരുന്ന് തയ്യാറാക്കി ഓരോ സ്ഥലങ്ങൾ എടുത്തിട്ട് അമേരിക്കൻ ബേസ് എന്ന് പറഞ്ഞിട്ട് പെട്രോൾ അടിക്കാനും വണ്ടി കഴുകാനും അവരെ വിമാനം കഴുകാനും വിമാനത്തിൻ്റെ പാർട്സ് ശരിയാക്കാനും എന്ന് പറഞ്ഞിട്ട് ഓരോ രാജ്യങ്ങൾ സ്ഥലം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായി, ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിലൊരു നീതിയുമില്ല. പറയും സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, കുട്ടികളെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറയും. ഫസ്റ്റ് അവർ കൊന്നിരിക്കുന്നത് കുട്ടികളെയാണ്. അത്രയും നികൃഷ്ടമായ മനസ്സുള്ളവരാണ് ഞാനീ പറഞ്ഞ സോ കോൾഡ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഹൂ റൺസ് ദ ഷോ, ഹൂ ഈസ് റണ്ണിങ് ദ ഷോ? നമ്മൾ വിചാരിച്ച പോലെ അത് അമേരിക്കയോ ഇസ്രായേലോ ഒന്നല്ല. ആരാണ് ഇവിടെ കൊല്ലപ്പെടേണ്ടതെന്ന് വ്യക്തമായ ധാരണയിൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹൂ ഷുഡ് ബി ഡെഡ്? കുട്ടികൾ. ആ നരബലി എന്നാണ് അവർ തുടങ്ങിയത്. അങ്ങനെ തന്നെയാണ് അത് നശിക്കാനും പോകുന്നത്. ഇവന്മാർ ഇതിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഹൂ റൺസ് ദ ഷോ? ആരാണ് ഷോ നടത്തുന്നത്? ഹൂ റൺസ് ദ ഷോ? ഇത് ഫസ്റ്റ് തന്നെ ഞാൻ ഫസ്റ്റുള്ള വീഡിയോയിലെ പറഞ്ഞിരുന്നു. എപ്സ്റ്റീൻസ്, ദ റോത്ത് ചൈൽഡ്സ് ആൻഡ് ദ ഇസ്രായേൽ ആൻഡ് ദ ട്രംപ്. സിമ്പിളാണ്. ഈ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ചെറിയൊരു രാജ്യമായ ഇസ്രായേലും അവിടെ തന്നെ നെതന്യാഹുവിനും എന്തിന് ട്രംപ് ഭയക്കണം?
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലോട്ടും ഇവർ സ്കെച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഡെക്കേഡ്സ് ആയി എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ 10-20 വർഷങ്ങൾക്ക് മുൻപേ ഈ ഒരു ഇപ്പോഴുള്ള യുദ്ധത്തിൻ്റെ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് അതിന് മുന്നേ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. 3-ാം ലോക മഹായുദ്ധം മുസ്ലിങ്ങളെ നാശത്തിനായിരിക്കണം, മുസ്ലിം രാജ്യങ്ങൾ നശിപ്പിക്കണം എന്നുള്ളത്. അതിൻ്റെ ഫസ്റ്റ് പ്ലോട്ടായിട്ടാണ് ഇറാൻ ആക്രമിക്കുന്നതിൻ്റെ മുൻപ് നമ്മുടെ രാജ്യത്തിൻ്റെ പേരിൻ്റെ വെനുസിലയിൽ നിന്ന് പ്രസിഡൻറ്റിനെ ഉറങ്ങുന്നിടത്തു നിന്ന് പൊക്കിക്കൊണ്ടുപോയിട്ട് നേരെ എടുത്തു കൊണ്ടുപോയിട്ട് അമേരിക്കയിൽ എത്തിച്ചിട്ട് ലോക്കപ്പ് ആക്കിയിട്ടുണ്ട്. കാരണം എന്താണ്? ലോകത്ത് മുസ്ലിം ഈ പറഞ്ഞ GCC-കളെക്കാട്ടി എണ്ണ ഉള്ളത് വെനുസിലയിലാണ്. അപ്പോൾ ആ എണ്ണ സേഫാക്കി. അതുകൊണ്ട് ദ ഓയിൽ മാർക്കറ്റ് ഈസ് വിത്ത് ദം. ഇനി വേണ്ട എന്താ? ഈ രാജ്യങ്ങളൊക്കെ നശിപ്പിച്ച് കൈമ കൊടുക്കണം. ഫസ്റ്റ് ഇറാൻ അതിന് വേണ്ടിയിട്ട് ഇറാൻ രാഷ്ട്രത്തോടെ പെരുമാറുന്നുണ്ട്. ഫസ്റ്റ് ഇറാൻ്റെ മേത്തേക്ക് കയറി എന്നിട്ട് ഇറാൻ തിരിച്ചടിക്കുന്ന വ്യാജേന ഇവർ തന്നെ സോക്കോൾഡ് ഫോക്സ്, ഈ കുറുക്കന്മാർ തന്നെ ഇറാൻ്റെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ പേരിൽ പല ഭാഗത്തേക്ക് ബോംബിടാൻ തുടങ്ങി. അത് എവിടെയൊക്കെ ആയാലും അവരെ മുമ്പിൽ കാണുന്ന എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സ്ട്രാറ്റജിക് പോയിന്റ്സിലൊക്കെ ബോംബിട്ടിട്ട് ഇതൊക്കെ ഇറാൻ ചെയ്തതാണ്. സോ വാട്ട് ഈസ് ദ നോർമൽ കോമൺ മെൻറ്റാലിറ്റി? ഇറാൻ എല്ലാവരും തിരിച്ചാക്രമിക്കുന്നു, ഇറാൻ നശിക്കണം. സോ ഇറാൻ്റെ മേലിൽ ആക്രമിക്കുന്നതിന് എല്ലാവരുടെയും ഒരു മൗന സമ്മതം കൂടി അവർക്ക് കിട്ടുകയാണ്. സോ ഇറാൻ വിൽ ബി മോർ ആൻഡ് മോർ അറ്റാക്ഡ്. അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇറാൻ വിൽ ഫിനിഷ്. ഇറാൻ ഫിനിഷ് ആയാലും ഇവർ വിചാരിക്കും ബാക്കിയുള്ള കൺട്രികളൊക്കെ സമാനത്തിൽ നിൽക്കാം. നോ, ദേ വിൽ അറ്റാക്ക് ഓൾ ദ ടീംസ് ഫ്രം ദെയർ. ഓരോ സ്ഥലങ്ങളും നോക്കി അവർ വീണ്ടും അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഇസ്രായേൽ, ട്രംപ്, all controlled by the Jews, and the head of the Jews conspiracy is the Rothschild. ഇനി ഇതിൻ്റെ പിന്നിൽ എന്താണ്? റോത്ത്ചൈൽഡ് എന്താണ് ഇവരോടൊക്കെ പക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജൂതന്മാരുടെ പക എന്ന് പറഞ്ഞാൽ അവർക്ക് നൂറ്റാണ്ടുകൾക്ക് മുന്നേ കുരിശുദ്ധം എവിടെ ഉണ്ടായത്? ഇവർക്ക് ആകെ ഫസ്റ്റ് ശത്രുക്കളായിട്ടുണ്ടായിരുന്നത് ക്രിസ്ത്യൻസ് ആയിരുന്നു. ക്രിസ്ത്യാനിറ്റിയിലാണ് ഇവരുടെ ജൂതന്മാരുടെ ഉത്ഭവകാലം മുതൽക്ക് അവരുടെ ഏറ്റവും വലിയ ശത്രു ക്രിസ്ത്യൻസാണ്. കുരിശുദ്ധം ഉണ്ടായ സമയത്ത് റോമിലും പണ്ടുള്ള നമ്മുടെ സ്പെയിനിലായിക്കോട്ടെ, ഫ്രാൻസിലായിക്കോട്ടെ, ജർമ്മനിയിലായിക്കോട്ടെ എല്ലായിടത്തുനിന്നും ഈ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത് അറുത്തറുത്ത് കൊല ചെയ്തിട്ടത് ക്രിസ്ത്യൻസാണ്. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ അവരതിൻ്റെ പ്രതികാരം ചെയ്തിട്ടുണ്ട്. ജൂതന്മാർ ഫസ്റ്റ് വേൾഡ് വാറിനും സെക്കൻഡ് വേൾഡ് വാറും ചെയ്തത് എന്താണ്? ക്രിസ്ത്യൻ രാജ്യങ്ങൾ നേരത്തെ പറഞ്ഞ ലോകമഹായുദ്ധങ്ങളിൽ നടന്നത് എന്താണ്? ബോസ്നിയ ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളായിക്കോട്ടെ, എല്ലാ രാജ്യങ്ങളെയും ഇവർ തമ്മിലടിപ്പിച്ചു പല കാരണങ്ങൾ കൊണ്ട്. അത് രാജ്യങ്ങളുടെ അതിർത്തി തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, പിന്നെ നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. പല കാരണങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഇവരുടെ വ്യക്തമായ പ്ലാൻ പ്രകാരം ഇവർ കാര്യങ്ങൾ നീക്കി ദേ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദേ ഡിഡ് ദ തിങ്സ്. അപ്പോൾ അവർ പ്ലാൻ ചെയ്ത പോലെ ആ പ്രതികാരം അവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവരുടെ മതബുക്കിൽ, ഇവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഇവരുടെ ഗ്രന്ഥപ്രകാരമുള്ള ഇവരുടെ ശത്രുക്കൾ പിന്നെ മുസ്ലിങ്ങളാണ്. അതുപോലെ തന്നെ 1896 തോന്നുന്നു അവരുടെ ഈ സമ്മേളനത്തിൽ, ദ സയനിസ്റ്റ് സമ്മേളനത്തിൽ അവരന്ന് പ്രഖ്യാപിച്ചതാണ്. ഈ ഒരു സമയം വ്യക്തമാണ്, ടൈം ലൈൻ വ്യക്തമല്ല, പക്ഷേ 3-ാം ലോക മഹായുദ്ധം അത് ക്രിസ്ത്യാനിറ്റിയും അവർ ക്രിസ്ത്യാനിസിനെ കൊണ്ട് മുസ്ലിങ്ങളെ അടുപ്പിക്കണം. ദ GCC മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ സോക്കോൾഡ് GCC കൺട്രീസിൻ്റെ ഏരിയയിലുള്ള ഇറാൻ അതുപോലുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അടുപ്പിക്കണം. ആ പേരിൽ എന്നിട്ട് ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ഇവർ തന്നെ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നശിപ്പിക്കും. ഓരോ സ്ഥലങ്ങളായി 1, 2, 3 നശിപ്പിക്കും. നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ളൊരു വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് ന്യൂ വേൾഡ് ഓർഡർ ആയിട്ടുള്ള ഇവർ ടേക്ക് ഓവർ ചെയ്യും. എല്ലാ ഗവൺമെൻറ്റ്സിനും ഇവർ കൺട്രോൾ ചെയ്യും. എങ്ങനെയെന്ന് പറയുന്നത് പോലെ ഇറാഖ് എങ്ങനെ നശിപ്പിച്ചു അതുപോലെ, ലിബിയ എങ്ങനെ നശിപ്പിച്ചു അതുപോലെ, സിറിയ എങ്ങനെ നശിപ്പിച്ചു അതുപോലെ. രാജ്യങ്ങളുടെ എണ്ണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന